ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് ഇപ്പോ? നിന്റെ ജീവിതം ഇങ്ങനെയായി. ഇനി ബാക്കിയുള്ളവരെ കൂടി പടുകുടിയിൽ ചാടിക്കണമെന്നുണ്ടോ നിനക്ക്? അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കണമല്ലേ? ഇനി രജനിയെ കൂടി നിന്റെ വഴിക്ക് കൊണ്ടുപോകണമല്ലേ? എന്താ അമ്മയെ പറയുന്നേ? എന്താ അമ്മയെന്നോ? എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. വഴിയെ പോകുന്നവനെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് പ്രണയ ചർച്ചയും ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനുള്ള കണ്ടെത്തലുകളും. നീ ആരാ? പ്രണയ ഗവേഷണത്തില് ഡോക്ടറേറ്റ് കിട്ടിയവളോ? ആന്റി പറയും പോലെ അത്രയ്ക്ക് മോശം കാര്യം അവിടെ നടന്നേന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെയാ. ഒരാളിന്റെ കുറവുകള് കാണുന്നവനെ തിരിച്ചറിയൂ. സ്വയം കരുതും നമ്മളൊരു സംഭവമാണെന്ന്. പിന്നെ ഇവിടെ ഒരു പ്രേമത്തകർച്ചയുടെ കഥയൊക്കെ പറയുന്നത് കേട്ടു. അതാരെക്കുറിച്ചാണെന്നും എന്തിനെക്കുറിച്ചാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. വിളിച്ചിറക്കി കൊണ്ടുപോകും, ഇറങ്ങിപ്പോകും, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ നിന്റെ വീട്ടിൽ നടക്കും. മാനം മര്യാദയുള്ള തറവാടുകളിൽ അത് സംഭവിക്കില്ല. ആ തറവാട് ഭരിക്കുന്നവർ അതിനനുവദിക്കുകയില്ല. ഇനിയൊന്ന് അഥവാ അങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ, അപ്പൊ തറവാട് ഭരിക്കുന്നവര് എന്ത് ചെയ്യും? നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരണമെന്നാണോ? എന്നോട് ചോദ്യം ചോദിക്കാനും എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാറൊക്കെ ആയോ നീ? അവളുടെ ഒരു പ്രണയ ക്ലാസ്. ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഒന്നിനും അതിനെ തടയാൻ പറ്റില്ല ആന്റി. താമസിപ്പിക്കാൻ പറ്റും, പക്ഷെ തകർക്കാൻ പറ്റില്ല. കണ്ടോ, വന്ന് കേറിയവളൊക്കെ ഇപ്പൊ വീട് ഭരിക്കുന്നേ. നീയും സിദ്ധു ഒക്കെയാ വളം വെച്ച് കൊടുക്കുന്നത്. അവളങ്ങ് വളർന്ന് കയറട്ടെ. അവസാനം തിരിച്ചറിയും ആരാ ശരി ആരാ തെറ്റെന്ന്. രജനി, ഇത് ചന്ദ്രോത്ത് തറവാടാ. ഈ തറവാട്ടിലെ ഒരു വിവാഹം അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ആദ്യ ഭർത്താവിൽ നിന്നും പിരിഞ്ഞു പോന്നവളാ നീ എന്ന് പറഞ്ഞ് നിലയും വിലയും ഇല്ലാത്തവര് ചന്ദ്രോത്ത് കടന്നുകൂടാമെന്ന് കരുതണ്ട. എന്റെ കാര്യത്തില് ഇനി മുതൽ തീരുമാനം എടുക്കുന്നത് ഞാനാ. എന്താ? എന്റെ ജീവിതം മറ്റുള്ളവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് മാറ്റിമറിക്കാൻ പറ്റില്ല. എന്റെ ജീവിതം എനിക്ക് ജീവിച്ചു തീർക്കാനുള്ളതാ. ഇതെന്തത്ര താമസിച്ച്? ഞാൻ ഗിരീഷേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. വരുന്ന വഴി വായനശാലയിൽ ഒന്ന് കയറേണ്ടി വന്നു. അല്ല, ചന്ദ്രത്ത് പോയിട്ട് എന്തായി? ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക്? നിന്റെ വരയും കുറിയൊന്നും അവർ കണ്ടില്ല, പക്ഷേ ഗിഫ്റ്റ് കൊടുത്ത ഇഷ്ടപ്പെട്ടു. അതാരാ വരച്ചെന്നെങ്കിലും ചോദിച്ചോ? ജന്മദിനത്തിൽ നിന്നും ഗിഫ്റ്റിൽ നിന്നൊക്കെ മാറി വിഷയം പ്രണയത്തിലേക്ക് പോയി. ആരുടെ പ്രണയം? മീരയ്ക്ക് വേറെ പ്രണയമുണ്ടോ? അതോ ഗിരീഷേട്ടനും രജനിയും തമ്മിലുള്ള പ്രണയമാണോ? എല്ലാം വരും. ഗിരീഷേട്ടാ, മീരയ്ക്ക് ശരിക്കും ഈ നന്ദനോട് പ്രണയമാണോ? നീ കുറെ നേരമായല്ലോ മീരയുടെ കാര്യം തന്നെ ചോദിക്കുന്നു. അല്ല, ഗിരീഷേട്ടൻ രക്ഷിച്ച കുട്ടിയല്ലേ? ആ കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ എനിക്കൊരു ആഗ്രഹം. കാര്യങ്ങളവിടെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. അവിടെ സിദ്ധാർത്ഥൻ സാറിന്റെ മകൻ നന്ദനെ വിവാഹം കഴിക്കാൻ നടക്കുക മീര.